ഹലോ ഗൈസ്, അപ്പോൾ എല്ലാ മച്ചാന്മാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഗ്രിൽഡ് ഫിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അതിന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യാൻ ആരും മറക്കരുത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകും. ഇതിന് വേണ്ടിയിട്ടായി നമുക്കൊരു പേസ്റ്റ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഒരു തക്കാളിയുടെ പകുതി, പിന്നെ കുറച്ച് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പച്ചമുളക് കൂടി എടുക്കുന്നുണ്ട്. ഇതൊന്ന് നമുക്ക് ജാറിലിട്ടതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് ഉപ്പിട്ടാലും മതി. അതിനുശേഷം നമ്മൾ മീനൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ചൂര മീനാണ് എടുത്തിരിക്കുന്നത്. ചൂര, കാര എന്നൊക്കെ പറയാം. ഇതിന് നമ്മൾ ഏറ്റവും വലിയ പീസ് നോക്കി തന്നെ 3 പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആവശ്യമെന്ന് വെച്ചാൽ അതിന് അനുസരിച്ച് എടുക്കാം. ഇനി നമ്മളെ മീനിൽ തേക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പൊടികളൊക്കെ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ എല്ലാം എടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പ് കുറച്ച് ആഡ് ചെയ്യാം. ഉപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് കുറച്ച് ആഡ് ചെയ്യാം. ഉപ്പുണ്ടാകുന്ന ആദ്യം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് ഉപ്പിടാൻ. പിന്നൊരു കാര്യം, നമ്മൾ കുരുമുളക് പൊടി ആവശ്യത്തിനനുസരിച്ച് തോനെ ഇടണം. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ മുളക് പൊടി എടുക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അനുസരിച്ച് നമ്മൾ കുരുമുളക് പൊടി എടുക്കേണ്ടതാണ്. അതിനുശേഷം നമ്മളെ പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ്. തക്കാളി ഇതിലേക്ക് കുറച്ച് ആവശ്യമുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് നമുക്ക് ഒരു നാരങ്ങയുടെ പകുതി നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. നല്ല വെള്ളം നീര് കുറവുള്ള നാരങ്ങയാണെങ്കിൽ ഒരു നാരങ്ങ ഫുൾ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമ്മളിത് നല്ല നീരുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഒരു പകുതി എടുത്തത്. ഇനി നമുക്ക് ഇതേപോലെ അരി ഉണ്ടെങ്കിൽ അരി എടുത്ത് കളയണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മീനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. മീൻ പിന്നെ വരയൊന്നും വേണ്ട. ചൂര മീൻ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരയേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാ സൈഡിലും നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. മീനിലെല്ലാം നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് അടുപ്പും പിന്നെ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ സംഭവം റെഡിയാക്കി എടുക്കണം. അതെന്ന് വെച്ചാൽ നമ്മൾ ഈ മീനിൻ്റെ മേളിൽ തേക്കാൻ വേണ്ടിയിട്ട് മീൻ ഒരുപാട് നേരം ഇത് ഇട്ട് ഗ്രില്ല് ചെയ്തെടുക്കുമ്പം ഫിഷിൻ്റെ സ്കിന്നൊക്കെ ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ അതിലേക്ക് തേക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെടുത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്കിനി അടുപ്പ് അല്ലെങ്കിൽ നമ്മൾ കനലിടാനുള്ള സംഭവം നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മളിവിടെ കല്ലൊക്കെ വെച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ചിക്കൻ ഗ്രില്ല് ചെയ്തെടുത്ത് ഉപയോഗിച്ച പോലെ തന്നെ നമ്മളിവിടെ ചിരട്ടയും പിന്നെ അടുപ്പൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്രില്ല് ചെയ്യാൻ നമുക്ക് എപ്പോഴും ചിരട്ടയാണ് ഏറ്റവും ബെറ്ററായിട്ട് ഉള്ളത്. നമ്മൾ വല്ലാതെ വിറക് വെച്ചിട്ടൊന്നും ചെയ്യാൻ വലിയ നടപ്പാവുന്ന കാര്യമല്ല. പിന്നെ എൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ കുറച്ച് വിറകൊക്കെ വെച്ച് കൊടുക്കാം, നല്ല കനലിട്ടാൽ. ഇനി നമുക്കിതൊന്ന് കത്തിച്ച് കൊടുക്കാം. നന്നായിട്ട് കനലാവുന്നവരെ വെയിറ്റ് ചെയ്യുക. അത് ഏകദേശം ഒരു മണിക്കൂറൊക്കെ എടുക്കും ഇത് കനലായിട്ട് വരാൻ. ഒരുപാട് താമസം എടുക്കും. അതുവരെ നമ്മളെ മീൻ നന്നായിട്ട് റെസ്റ്റിനിരിക്കുമ്പോൾ അത് നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം അത് ചെയ്തിട്ട് വേണം അടുപ്പ് കത്തിക്കാൻ നിൽക്കാൻ.
നമ്മളെ അടുപ്പ് നന്നായിട്ട് കനലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഗ്രില്ല് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെടുത്ത ഗ്രില്ല് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ എടുത്ത ഗ്രില്ല് തന്നെയാണിത്. ഇതിൻ്റെ മേളിൽ നമുക്ക് 3 അടുക്കി ഒന്ന് വെച്ച് കൊടുക്കാം. അടുക്കി വെച്ചില്ലെങ്കിൽ എങ്ങനെ വെച്ചാലും മതി. പിന്നെ നമുക്കിനി മീനൊക്കെ വെച്ചതിന് ശേഷം ഇതൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് നമ്മൾ പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ കനലൊന്ന് കെട്ടുവാതെ നോക്കണം. എന്നൊരു ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് നീക്കി ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് മറക്കരുത്. അല്ലെങ്കിൽ പിന്നെ ഇത് കളഞ്ഞിട്ട് എവിടെയെങ്കിലും പോയാൽ അങ്ങനെയൊന്നും ചെയ്യരുത്. ഇപ്പോൾ നല്ല കളറൊക്കെ ഉണ്ട് നമ്മളെ മീനിന്. അത്യാവശ്യം കനലും ഉണ്ട്. ഇനിയിപ്പോൾ ഇത് കുറച്ച് നേരം ഒരു സൈഡ് നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കുന്നുണ്ട്. ഒരു സൈഡ് നന്നായിട്ട് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സൈഡ് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ എടുത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഓയിൽ തേച്ച് കൊടുക്കാം. ഓയിൽ വയ്ക്കുന്നതുകൊണ്ട് 2 ഗുണമുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പിയിൽ നിന്ന് നമ്മൾ ഈ ഫിഷ് വിട്ട് വരികയും ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്തും പിന്നെ നല്ല ടേസ്റ്റും വരണമെങ്കിൽ നമ്മളെ ഈ ഓയിൽ തന്നെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ വലിയ ഓയിലിൻ്റെ ചിലവൊന്നുമില്ല, കുറച്ചൊന്ന് തേച്ച് കൊടുത്താൽ മതി. വെന്തിട്ട് മാത്രമേ തേക്കാവൂ, ഇല്ലെങ്കിൽ അതിൻ്റെ മസാലയിലൂടെ ഇളവി താഴെ വീഴും. താഴെ വീഴും, നല്ല അത് ഒരുമാതിരി നീങ്ങി ഇറങ്ങി വരും. അപ്പോൾ അടുത്ത സൈഡിലൂടെ നമുക്ക് നിട്ടിട്ട് തേച്ച് കൊടുക്കാം. 2 സൈഡ് നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ആ സൈഡിലൂടെ ആകുമ്പോൾ നമ്മുടെ സാധനം ഏകദേശം നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതൊരു പ്ലേറ്റിലിട്ടിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മൾ സാധനം തുറന്ന് നോക്കാം. കണ്ട നമ്മൾ ഓയിലൊക്കെ തേച്ചുകൊണ്ട് ഫസ്റ്റ് തുറന്നപ്പോൾ തന്നെ മീനൊക്കെ അതിൻ്റെ അകത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചാൽ എല്ലാം ഇളകി പോകുന്നു, പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മളെ മീൻ ചൂരയായതുകൊണ്ടും എന്തുകൊണ്ടും നല്ല ഒരു മീനായിരുന്നതുകൊണ്ട് നല്ല ഇതുണ്ട്. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോയെ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. പിന്നെ ഇതേപോലുള്ള പുതിയ വീഡിയോസ് ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ചാനലിൽ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.